48 വർഷം മുൻപ് മട്ടാഞ്ചേരിയിലെത്തിയ നേപ്പാളി സ്വദേശിയായ വയോധിക പീമാദേവി ജന്മനാട്ടിലേക്ക് മടങ്ങി. രോഗബാധിതയായി ആരും ആശ്രയിക്കാനില്ലാതിരുന്ന പീമാദേവി മട്ടാഞ്ചേരിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ പാണ്ടികശാലയിലായിരുന്നു താമസം. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് പീമാദേവിക്ക് നാട്ടിലേക്ക് പോകാൻ വഴിയൊരുങ്ങിയത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വലിയ സന്തോഷമുണ്ടോ നാട്ടിലേക്ക് പോകുന്നത്? സന്തോഷമാണ് അവിടെ പോയിട്ട് എന്തായാലും ആകട്ടെ. ഇനി ഇവിടെ കൂടി പോയി കാരണം അവിടെ എന്തായാലും ആകട്ടെ. നമ്മൾക്ക് സ്വന്തം നാട്ടില്ലേ, അതാണ് ഇവിടെ കടുപ്പായാലും പിന്നെ ആരും നോക്കണം. സുഖമില്ലാത്തായി പോയി കടുപ്പായാലും എന്താ ചെയ്യാൻ കണ്ണി കാണാൻ പറ്റില്ല, പിന്നെ കാലിൽ നടക്കാൻ പറ്റില്ല. ഇങ്ങനെ വയ്യാതെ ആയിപ്പോൾ അറിയുന്നില്ല ഇവിടെ എനിക്ക്. ജീർണിച്ച് നിലംപൊത്താറായ പാണ്ടികശാലയിലെ നരക ജീവിതത്തിൽ നിന്ന് പീമാദേവി ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. അസുഖബാധിതയും വയോധികയുമായ പീമാദേവിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നേപ്പാളിലേക്ക് മടങ്ങണമെന്നത്. ഞങ്ങൾ സ്വന്തം ഒരു കുടുംബാംഗത്തിനെ പോലെ തന്നെ, സ്വന്തം അമ്മയെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എന്നെ പിണങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള നല്ല സ്വന്തം ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ ആയി. നാട്ടിൽ പോയി മരിക്കുന്നതാണ് സ്വർഗം കിട്ടാൻ നല്ലതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അമ്മ പോണേണ്. അത് നമുക്കൊരു ഒരു കുടുംബാംഗം വിരിയുമ്പോൾ ഉള്ള വിഷമം. വിവാഹശേഷം ഗൂർഖയായ ഭർത്താവിനൊപ്പം വർഷങ്ങൾക്ക് മുമ്പാണ് പീമാദേവി മട്ടാഞ്ചേരിയിലെത്തിയത്. ഭർത്താവ് മരിച്ചതോടെ നിരാലംബയായ അമ്മ വാടക വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു. തലചായ്ക്കാൻ ഇടമില്ലാതായതോടെ ജീർണിച്ച പാണ്ടികശാലയിലെ ചായ്പിൽ താമസമായി. വർഷങ്ങളായി ദുരിത ജീവിതത്തിൽ കഴിയുന്ന അമ്മയുടെ വാർത്ത ന്യൂസ് 18 പുറം ലോകത്തെത്തിച്ചത്. ജില്ലാ ഭരണകൂടവും എറണാകുളം MP ഹൈബി ഈഡനും ഇടപെട്ട് തേവരയിലെ സർക്കാർ വൃദ്ധസദനത്തിലേക്ക് അമ്മയെ മാറ്റുകയും ജന്മനാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. പുറകെ മട്ടാഞ്ചേരിയിലെ വ്യവസായി മുകേഷ് ജെയിനും ഭാര്യയും പീമാദേവിയെ നേപ്പാളിലേക്ക് കൊണ്ടുപോകാമെന്ന് അറിയിച്ചു. 11:30 നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ 4:30 അവിടെ എത്തും, ലക്നൗ എത്തും. ലക്നൗവിൽ എയർപോർട്ടിന് പുറത്തുകൊണ്ടെങ്കിൽ 5:30 മണിയായി പോകും. പിന്നെ അവിടെ ഇരുട്ടായിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിയിട്ട് അവിടെ 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അവിടെ കാഴ്ച കുറവായിരിക്കും. ആയത് സ്ഥിതിക്ക് നമ്മൾ നാളെ കാലത്തെ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യും. നേപ്പാളിലെ പ്യൂട്ടാൻ ജില്ലയിലെ ബന്ധുക്കൾക്കരികിലേക്കാണ് പീമാദേവി മടങ്ങുന്നത്. അനിയത്തിയും കുടുംബവും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റപ്പെട്ട് ദുരിതത്തിലായ പീമാദേവി 48 വർഷങ്ങൾക്ക് ശേഷമാണ് ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി.